ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി കാണും. യെസ്, നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, നമ്മൾ പണ്ട് ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ ഒരു പ്ലാൻ, പുതിയ അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോലെ ഇരിക്കും ഇനിയും വീണ്ടും വീണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വ്യൂസിലും ഷെയർസിലും ഒക്കെ കാണിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. നമ്മുടെ ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് വെയർവൂൾഫിൽ നിന്ന് നോർമൽ പ്ലെയറിലേക്ക് ആകുമ്പോൾ ഒരു ആനിമേഷൻ വരും. അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് തൊട്ടടുത്തൊരു വെഹിക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെയർവൂൾഫായിട്ട് നേരെ ആ വെഹിക്കിളിന്റെ അടുത്തേക്ക് പോവുക. അതായത് തൊട്ടടുത്ത് വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ട്രിക്ക് വർക്ക് ആവുന്നത്. നേരെ അവിടെ ചെന്നിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഗെറ്റിനും അടിക്കുക, ഗെറ്റിന് അല്ലെങ്കിൽ ഡ്രൈവ് അടിക്കുക. അപ്പോഴത്തേക്ക് ആ ഒരു ലോഡിങ് മാറി കിട്ടും. അതിനുശേഷം ഗണ്ണെടുത്ത് ഫയർ ചെയ്യാം, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് എസ്കേപ്പ് അടിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ആ ഒരു ആനിമേഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. iOS-കാർക്കാണെന്നുണ്ടെങ്കിൽ ഗെയിം ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് പെട്ടെന്ന് കയറിയാൽ മതി. അപ്പോൾ ഈ ഒരു ആനിമേഷൻ മാറുന്നതായിരിക്കും. നമുക്ക് ആൻഡ്രോയിഡുകാർക്ക് ഇപ്പം തൽക്കാലം ഈ ഒരു ട്രിക്ക് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഫൈറ്റ് എടുക്കാൻ നേരത്ത് നമ്മൾ വെയർവൂൾഫായിട്ട് ട്രാൻസ്ഫോം ആയിട്ട് നേരെ ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അതിനുശേഷം നമുക്ക് മേളിൽ നിന്ന് താഴേക്ക് ഒരു ക്വിക്ക് അറ്റാക്ക്, സപ്രസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ട്രിക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് ബിൽഡിങ്ങിലാണോ ഫൈറ്റ് എടുക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോർ, ഇപ്പോൾ അപ്പാർട്ട്മെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ രീതി യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ആ വെയർവൂൾഫായിട്ട് ഏതെങ്കിലും ഒരു ബിൽഡിംഗിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നേരെ വെയർവൂൾഫായിട്ട് ട്രാൻസ്ഫോം ആവുക, ബിൽഡിങ്ങിന് ഏറ്റവും ടോപ്പിൽ കയറുക, അതിനുശേഷം സപ്രസ് അറ്റാക്ക് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഒരു ഐഡിയ ആണ്. ഇനി അടുത്ത പവർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു വിളക്ക് പോലത്തെ സംഭവം കണ്ടോ, അതിലേക്ക് നമ്മൾ വാമ്പയറുടെ പവർ ഉപയോഗിച്ചിട്ട് കയറിയിരിക്കുന്നതാണ്. അതായത് ഇതിൽ കയറിയിരിക്കുന്നതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ എനിമിക്ക് സപ്രസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. കാരണം എനിമി പെട്ടെന്ന് മേളിലേക്ക് നോക്കത്തില്ല. അപ്പോൾ പല ബിൽഡിങ്ങുകളിലും ഇതുപോലുള്ള സംഭവമുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങിലൊക്കെ ഇതുപോലൊരു വിളക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് മേളിൽ കയറിയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് ബിൽഡിങ്ങിന്റെ അകത്തൊക്കെ ഇതേപോലെ ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ മേളിലുണ്ടെങ്കിൽ അതിൽ കയറിയിരിക്കാൻ പറ്റും. അതിന് എനിമിക്ക് ഒരു സപ്രസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. ഇനി അടുത്ത പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില ഹൈറ്റ് ലൊക്കേഷൻസ് ഒക്കെ കാണും. ഇതുപോലുള്ള വാട്ടർ ടാങ്ക് അല്ലെങ്കിൽ ടവർ ഒക്കെ. അതിലൊക്കെ നമ്മുടെ ഈ ഒരു വാമ്പയറിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കയറിയിരിക്കാൻ പറ്റും. അതിനുശേഷം സപ്രസ് അറ്റാക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്. നിങ്ങൾ കാണുന്ന ഹൈറ്റുള്ള ലൊക്കേഷൻ, അതിലേക്ക് നിങ്ങൾ കയറിയിരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കുറച്ച് ലൊക്കേഷൻസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലാക്കാൻ പറ്റും. ഹൈറ്റ് ഒക്കെ, അല്ലെങ്കിൽ എനിമിയെ സപ്രസ് ചെയ്ത് കിളിയൊക്കെ പറക്കുന്ന രീതിയിൽ അടിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പവറിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ ദൂരേക്ക് നമുക്ക് പെട്ടെന്ന് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് ഇതുപോലെ ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു പവർ യൂസ് ചെയ്താൽ ഞാൻ ആരോ ഇട്ട് കാണിച്ചു തരാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ പറയണക്ക് തന്നെ ഈ വീഡിയോ കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.